നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കുമ്പോൾ പച്ച പപ്പായ വെച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത് അല്ലേ? പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വാട്ടർമെലന്റെ, അതായത് തണ്ണിമത്തന്റെ തോട് വെച്ചിട്ടാണ്. അപ്പോൾ തണ്ണിമത്തം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അതിന്റെ തോടൊക്കെ കളയാറാണ് പതിവ് അല്ലേ? അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയപ്പോൾ വളരെ നന്നായി തോന്നി. മാത്രമല്ല നല്ല ക്വാളിറ്റി പപ്പായ എനിക്കിവിടെ കിട്ടാറില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ കൈപ്രസ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല വിലയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാറില്ല. നിങ്ങൾ ഒരുപാട് നാളുകളായി എൻ്റെ അടുത്ത് ഈ റെസിപ്പി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി ശ്രീലക്ഷ്മിയാണ് തന്നത്. അപ്പോൾ ശ്രീലക്ഷ്മി തന്നപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പം വളരെ നന്നായിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വിനാസ് കറികൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈസിലി അവൈലബിൾ ആയിട്ടുള്ള തണ്ണിമത്തന്റെ തോട് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കിയാലോ? ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ പപ്പായ വെച്ച് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വാട്ടർമെലൻ വെച്ചിട്ടാണ്, അതായത് തണ്ണിമത്തൻ വെച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പകുതി തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്ത് ചെയ്ത് നോക്കൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ എമൗണ്ടിൽ ചെയ്യാമല്ലോ. അപ്പോൾ തണ്ണിമത്തൻ്റെ ഉള്ളിലത്തെ റെഡ് ഭാഗമൊക്കെ നമുക്ക് കഴിക്കാനുള്ളത് എടുത്ത് മാറ്റി വെക്കാം, ജ്യൂസ് അടിക്കുകയോ കഴിക്കുകയോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഫ്രൂട്ടായിട്ടുള്ള ഭാഗം മാറ്റി വെക്കാൻ പോവുകയാണ്. അതിന് ശേഷം നമുക്ക് തൊലി എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, വൈറ്റ് പോർഷൻ കാണുന്ന വരെ നമുക്ക് റെഡ് ഭാഗം ഇതിലോട്ട് അങ്ങ് സ്പൂൺ വെച്ചിട്ട് വടിച്ചിട്ട് കൊടുക്കാം. തണ്ണിമത്തം വെച്ചിട്ട് നമ്മൾ പല റെസിപ്പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിക്കാം. വലുതാക്കി തൊലി കളയുന്നേക്കാളും ഈസിയാണ് ഇങ്ങനെ മുറിച്ചതിന് ശേഷം തൊലി കളയുന്നത് കേട്ടോ. പച്ചഭാഗം കാണാത്ത രീതിയിൽ കുറച്ച് ഡീപ്പായിട്ടൊന്ന് തൊലി ചെത്തി കളയണം. കൈയൊന്നും മുറിക്കാണ്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ മാക്സിമം പച്ചയൊക്കെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ ഈ റെഡ് ഭാഗം ഒരു പീലർ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഇതൊരു പഞ്ഞി പോലെ ഇരിക്കും ഈ ഭാഗം. അപ്പോൾ ഈ ഭാഗം ഉണ്ടാവാൻ പാടില്ല. നല്ല കട്ടിയുള്ള ഭാഗം വരെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ശരിക്കും നമ്മുടെ ഇപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ പപ്പായയുടെ പോലത്തെ തോന്നണില്ലേ? അപ്പോൾ ഇത്രയും താത്തി ചെത്തിയതിന് ശേഷം ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ താത്തി ചെത്തിയതിന് ശേഷം വളരെ നൈസാക്കി അങ്ങ് അരിഞ്ഞെടുക്കണം. നൈസാക്കി അങ്ങ് കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കട്ട് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന പോലെ കൈ വെച്ച് ചെയ്യേണ്ട കേട്ടോ. എനിക്ക് പിന്നെ പ്രാക്ടീസാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കൈയൊക്കെ മുറിയും, അതുകൊണ്ട് സൂക്ഷിക്കുക. ഇവിടെ കിട്ടുന്ന പപ്പായ പലപ്പോഴും കൈപ്രസ് ഉള്ളതാണ്. പിന്നെ നല്ല പപ്പായ മിക്കവാറും എനിക്ക് ഇവിടെ കിട്ടാറുമില്ല. നല്ല വിലയുണ്ട്. അപ്പോൾ ഈ തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അല്ലേ? അപ്പോൾ എൻ്റെ ഫ്രണ്ട്, എൻ്റെ അനിയത്തിക്കുട്ടി ആയിട്ടുള്ള ശ്രീലക്ഷ്മിയാണ് പറഞ്ഞത് ഇതുപോലെ ചേച്ചി ഇങ്ങനെ ചെയ്ത് നോക്കാൻ. അവൾ എനിക്ക് ചെയ്തിട്ട് അവൾ ചെയ്ത ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫോട്ടോസ് എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ ശ്രീ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി ഒരുപാട് നാളുകളായി നിങ്ങൾ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ക്രിസ്മസ് സമയത്തൊക്കെയാണ് നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടിയുടെ റെസിപ്പി എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളത്. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോഴേക്കും നമുക്ക് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. കാരണം എപ്പോഴും ചിലപ്പോൾ ക്രിസ്മസ് സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ലുലുലൊന്നും ആ ക്രിസ്മസിൻ്റെ സമയത്ത് പോകുമ്പോൾ കാണാറേ ഇല്ല. ചിലപ്പോൾ ഉണ്ടാവും, ലക്ക് ഉണ്ടെങ്കിൽ മാത്രം കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ എളുപ്പമായില്ലേ നമുക്ക്. എന്തിലും ഇപ്പോൾ കുക്കീസിലും കേക്കിലും അങ്ങനത്തെ ഒന്നും വേണ്ട, എല്ലാത്തിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ബ്രെഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് അളവിൽ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ അളവിൽ നമുക്ക് തയ്യാറാക്കി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടിച്ചു സത്യം പറയാം. ഞാനൊരു സിനിമയൊക്കെ ഇട്ട് കണ്ടിട്ടാണ് ഇത്രയും ചെയ്തത്. ഞാൻ കാണിച്ചതിൽ നിന്ന് പകുതി പോർഷൻ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി പകുതി ബാക്കി ഇങ്ങോട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്ര ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു 3 കപ്പ് ഉണ്ടാവും. മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മെഷർ ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പോൾ 3 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ ആദ്യം തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത്ര അളവൊന്നുമില്ല. അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അരിച്ചെടുക്കുക. ഓക്കെ, സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ പച്ചപ്പപ്പായ വെച്ച് ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ പപ്പായ ഇല്ലാത്തതുകൊണ്ടാണ് തണ്ണിമത്തൻ വെച്ച് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം.
അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കില്ലേ, നമ്മൾ കുമ്പളങ്ങയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ട് വരും, അതായത് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയം വരുന്നത് നന്നായിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഈ ഒരു ജഗ്ഗിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. 4 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 3/4 ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചൂടുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. അത്ര മരുന്നില്ല, എന്നാലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നേരം ഇതങ്ങ് കുക്ക് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യാണേ. നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. എല്ലാം ആ വൈറ്റ് കളറൊക്കെ മാറി എല്ലാത്തിനും ഈവൻ ആയിട്ടുള്ളൊരു കളർ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ചൂടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് അരിപ്പയിൽ കൂടെ അരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ തുടങ്ങാം. ഓക്കെ, അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയുടെ അളവ് മാറ്റം വരും. ഓരോരുത്തർക്ക് കിട്ടുന്ന പഞ്ചസാര അനുസരിച്ച് അളവിൽ മാറ്റം വരുത്തണം. ഞാനിപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 1/2 ഗ്ലാസും കൂടെ ഞാൻ ചേർക്കാൻ പോവുകയാണ്. എൻ്റെ പഞ്ചസാര ഇപ്രാവശ്യം കിട്ടിയ പഞ്ചസാരക്ക് ശരിയാക്കി മധുരമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് 1.5 ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആ ഒരു മധുരത്തിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തീ വയ്ക്കുക. നന്നായിട്ട് ഇത് കിടന്നിട്ട് തിളക്കട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർമെലൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് പീസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതിൽ കിടന്ന് കുക്കായി ഇതിലോട്ട് ആ ഷുഗർ സിറപ്പ് നന്നായിട്ട് അങ്ങ് പിടിക്കണം. അതിനുശേഷം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുറേ നേരം ഇതിൽ കുക്കാവുമ്പോഴേക്കും ഞാൻ മധുരം നന്നായിട്ട് അതിൽ പിടിച്ചോളും. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഷുഗർ സിറപ്പിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കറക്റ്റായിട്ടുണ്ട്. എനിക്ക് 1.5 ഗ്ലാസ് പഞ്ചസാര 3 കപ്പ് വെള്ളത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കഴിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കാര്യം പിടികിട്ടും. അപ്പോൾ നന്നായി തിളച്ച് ഒന്ന് വറ്റെന്ന് ഇതിലോട്ട് നന്നായി പിടിക്കട്ടെ. ഈ പ്രോസസ്സിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോഴാണ് ഈ എല്ലാ നമ്മുടെ ഷുഗർ സിറപ്പിലോട്ട് ഇട്ടിട്ട് കംപ്ലീറ്റ് ഇതിലോട്ടങ്ങ് കയറി പോവുള്ളൂ. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ മധുരം ഒന്ന് കഴിച്ച് നോക്കുക. മധുരം കുറവാന്ന് തോന്നുന്നെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് കിട്ടുന്ന പഞ്ചസാരയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് പഞ്ചസാരപ്പാനി ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആവാനുണ്ട്. ഇപ്പോൾ നന്നായിട്ട് എല്ലാം നല്ല ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുണ്ട്. നല്ലൊരു കണ്ണാടി, എന്താ പറയുക, ഒരു പളുങ്ക് പോലെ എന്ന് പറയില്ലേ, നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കാണുന്ന പോലെയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒരു 2-3 എത്ര കളർ കൊടുക്കണോ അത്രയും കളറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 കളറാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 3 ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള കളർ ചേർത്തിട്ട് അങ്ങ് കുറച്ച് നേരം വെക്കണം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് ഉണക്കാൻ വെക്കാം. ഓക്കെ, ഒട്ടും തന്നെ വൈറ്റ് പാട്ടൊന്നും ഇല്ലാണ്ട് ഷുഗർ എല്ലാം ഉള്ളിലോട്ട് അങ്ങ് പോയിട്ട് ശരിക്കും ഒരു ചില്ല് പോലെ ഇരിക്കുന്ന ഒരു പരുവാണ് ഷുഗർ സിറപ്പിലിട്ടിട്ട് നമുക്ക് ആവേണ്ടത്. അപ്പോൾ ഒരു 1/2 മണിക്കൂറോളം അത് സമയം എടുക്കും. എങ്കിൽ മാത്രമാണ് ശരിക്കും അതിലോട്ടങ്ങ് വലിച്ചെടുക്കുള്ളൂ. അതിനുശേഷം നമ്മൾ ഉണക്കിയെടുക്കുക. ഓഫ് ചെയ്യാനേ 3 ബൗളിലോട്ട് മാറ്റുകയാണ് സിറപ്പോട് കൂടിയിട്ട്. ഇപ്പോൾ ഒരു ബൗളിലോട്ട് എത്ര കളർ വേണം അത്ര അനുസരിച്ച് ഡിവൈഡ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ 3 കളർ ചേർക്കുന്ന കാരണം 3 ഇത് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 ബൗളിലായിട്ട് ഞാൻ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, കുറച്ച് ഇതിലൊരു ചാറുണ്ട്, ലിക്വിഡ് ഉണ്ട്, ആ ഷുഗർ സിറപ്പ് ഉണ്ട്. അപ്പോൾ ആ ഷുഗർ സിറപ്പിലോട്ട് നമുക്ക് കളറ് ചേർത്ത് കൊടുക്കാം. ഞാൻ റെഡ്, യെല്ലോ, അതുപോലെ തന്നെ ഗ്രീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് കളറാണോ അതിനനുസരിച്ച് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റെഡ്, മഞ്ഞ, പച്ച കളറ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ ചേർക്കാണ്ട് ഉണ്ടാക്കാം. കളറില്ലാണ്ട് തന്നെ നമുക്ക് ഇതേപോലെ എടുത്ത് വെച്ചിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കംപ്ലീറ്റ് വെള്ളം കളഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റിൽ, സ്റ്റീൽ പ്ലേറ്റിലാണ് പരത്തിയിടാൻ പോകുന്നത്. സ്റ്റീൽ പ്ലേറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ മേലെ കൂടെ എന്തെങ്കിലും ഒരു തോർത്തോ നല്ല തുണിയോ അല്ലെങ്കിൽ ഷോളോ ഒന്ന് വിരിച്ചിടുക. കാരണം ഇവിടെയൊക്കെ നല്ല പൊടിയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊടി അതിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിലും ചെയ്യാം. അപ്പോൾ നാട്ടിലൊന്നും അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഞാൻ ബാൽക്കണിയിൽ വെക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്നൊക്കെ നല്ലോണം പൊടി വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഓരോ കളേഴ്സും സെപ്പറേറ്റ് ആയിട്ട് അരിപ്പയിൽ അരിച്ചു. ഒരു 5 മിനിറ്റ് വെച്ചു. അതിനുശേഷം ഒരു
സ്റ്റീലിൻ്റെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ പച്ച കളർ എന്ന് പറഞ്ഞാൽ അത്ര നല്ല പച്ചയല്ല, പച്ച കിട്ടിയിരിക്കുന്ന അത്ര വലിയ ഗുണമില്ല, അതുകൊണ്ട് അത് പ്രോമിനൻ്റ് ആയിട്ട് അറിയുന്നില്ല. എനിവേ, ഇനി നമുക്കിതങ്ങ് ഉണക്കാൻ വയ്ക്കാം പുറത്ത്. ഇപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അത് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇത്രയെങ്കിലും സൈസ് ഉണ്ടെങ്കിലാണ് നമ്മളിതങ്ങ് ഉണങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചുങ്ങി പോകും. അതുകൊണ്ട് ഇത്രയെങ്കിലും സൈസ് നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ എന്താ, ഞാൻ ബാൽക്കണിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് മേലെ ഒരു തുണി വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു ഷോളോ ഒരു തോർത്ത് എന്തായാലും മതി, ജസ്റ്റ് ഒന്ന് പൊടി വരാതിരിക്കാൻ വേണ്ടി മാത്രം. മൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഉണക്കിയിട്ടുള്ള ഐറ്റം ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു ദിവസമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ ഇവിടുത്തെ ഈ ദുബായിൽ ഇപ്പോൾ നല്ല ചൂടാണ്, അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എനിക്ക് രാത്രിയാവും, വൈകുന്നേരം ആവും ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ഉണങ്ങുള്ളൂ. ഓൾറെഡി ഉണക്കിയത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. 2 ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി. അത് 1.5 കപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കളറായിട്ട് ഞാൻ 2 കളർ കൊടുത്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ഇവിടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും വാട്ടർമെലൻ വെച്ച് ചെയ്തിരിക്കുന്ന സംഭവം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ആരും പറയില്ല കേട്ടോ അത് സംഭവം തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് ചെയ്തതാണെന്ന്. നിങ്ങൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ എപ്പോഴെങ്കിലും. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ മറ്റേത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ബിഹൈൻഡ് ദ സീനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാം. അപ്പോൾ ഇതിന് സമയം കുറച്ച് എടുക്കും. ആദ്യം തന്നെ കുക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ഷുഗർ സിറപ്പിലിട്ട് ആക്കാൻ സമയം പിടിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവേദി ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. തണ്ണീർമത്തൻ ദിനങ്ങൾ. ആഹാ, എന്താ കളർ! തണ്ണീർമത്തൻ കളർ മാത്രമേ ഉള്ളൂ, മധുരമില്ല. മധുരത്തിന് പഞ്ചസാര. തണ്ണിമത്തൻ ഇത്ര നല്ല റെക്കോർഡാണ് തിണ്ടായില്ല. സീരിയസ്ലി ഒരു തണ്ണിമത്തന്റെ പകുതി മുറിച്ചിട്ട് ഇത്ര ഉണ്ടായത്. അതൊരു കുറ്റല്ലല്ലോ, ഒരു കുറവല്ലല്ലോ. അല്ല.